Hello everyone, welcome back to Lit Lab Learning. So ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദ മെട്രിക്സ് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു തിയർ എന്താണെന്ന് നോക്കാം. സോ തിയർ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്നത്, ലെറ്റ് എ ബി എൻ എം ബൈ എൻ മെട്രിക്സ്, then the following statements are logically equivalent. That is, for a particular A, either they are all true statement or they are all false. അപ്പോൾ താഴത്തെ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എം ബൈ എൻ മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റും ഒന്നെങ്കിൽ ഒന്ന് ട്രൂ ആയ ബാക്കിയുള്ള എല്ലാം ട്രൂ ആണ്, ഓർ ഇഫ് എനി വൺ ഓഫ് ദം ഈസ് ഫാൾസ് ദെൻ ഓൾ ആർ ഫോൾസ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സുകൾ നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ഫോർ ഈച്ച് ബി ഇൻ ആർ എം ദ ഇക്വേഷൻ മെട്രിക്സ് ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ബി ഹാസ് സൊല്യൂഷൻ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ബി ഹാസ് സൊല്യൂഷൻ ഫോർ ഈച്ച് ബി ആണെങ്കിൽ എന്തായിരിക്കും? ഫോർ ഈച്ച് ബി ഇൻ ആർ എം ഈസ് എ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് കോളംസ് ഓഫ് എ ആയിരിക്കും. അപ്പോൾ ആ ബി എന്ന് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ഇക്വേഷന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു പോസിബിൾ ബിക്കും എന്തുണ്ടാവും? അതായത് ഏതൊരു പോസിബിൾ ബീനെയും എനിക്ക് എന്ത് ചെയ്യാം? എയുടെ കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദ കോളംസ് ഓഫ് എ സ്പാൻസ് ആർ എം. അതായത് ആ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെട്രിക്സിലുള്ള കോളംസ് ആർ എമ്മിനെ സ്പാൻ ചെയ്യുന്നുണ്ടെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആർ എമ്മിലുള്ള ഏതൊരു വെക്ടർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഈ ഒരു എയുടെ കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ കഴിയുകയാണെങ്കിൽ അതെന്താണ്? ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എയുടെ ആ കോളംസ് ആരെയാണ് സ്പാൻ ചെയ്യുന്നത്? ആർ എമ്മിനെ തന്നെയാണ് കാണുക. കാരണം നമ്മൾ ആർ എമ്മിലുള്ള എല്ലാ വെക്ടേഴ്സുകളെയും ഈ A1, A2, A3 എക്സെട്ര എന്നുകളുടെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ, അപ്പം അതായത് ദ കോളംസ് ഓഫ് എ സ്പാൻ ആർ എം ആണെങ്കിൽ എന്തായിരിക്കും? എ ഹാസ് എ പിവറ്റ് പൊസിഷൻ ഇൻ എവറി റോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു മെട്രിക്സ് ഇക്വേഷന്റെ സൊല്യൂഷനും അതുപോലെ തന്നെ അതിനെ കറസ്പോണ്ടിങ് വെക്ടർ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലും ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനിലേക്ക് ഇതാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ സൊല്യൂഷൻസ് എന്താണ്? ഇക്വലന്റ് ആണ്. അതായത് നമ്മൾ അത് സെയിം ക്വസ്റ്റ്യനെ തന്നെ അതിന് ഡിഫറെന്റ് രീതിയിൽ, അതായത് ഒന്നിന് മെട്രിക്സ് ഫോമിലേക്കും പിന്നെ അതിന്റെ വെക്ടർ ഇക്വേഷനിലേക്കും ആൻഡ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോബ്ലംസ് ഒക്കെ എന്താണ്? സെയിം ആണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? അതിന്റെ ആ ഒരു ഡെഫിനിഷനിൽ നിന്നിട്ട് തന്നെ വരുന്നതാണ്. സോ ഈ ഒരു ലാസ്റ്റ് അതായത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ അല്ലാത്തത്. സോ അതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡി ഇംപ്ലൈസ് എ. ഡി ഇംപ്ലൈസ് എ ആണെങ്കിൽ എ ഇംപ്ലൈസ് ബി ആണ്, ബി ഇംപ്ലൈസ് സി ആണ്. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഡി ഇംപ്ലൈസ് എ, അതുപോലെ തന്നെ എ ഇംപ്ലൈസ് ടി. ഓക്കെ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദീസ് 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇക്വലന്റ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം, ഡി ഇംപ്ലൈസ് എ നോക്കാം. അതായത് സപ്പോസ് ദാറ്റ് എ ഹാസ് എ പിവറ്റ് പൊസിഷൻ ഇൻ എവറി റോ. അതായത് ആ എയിലുള്ള എല്ലാ റോസിലും അതിനെന്തുണ്ട്? പിവറ്റ് പൊസിഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ലെറ്റ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെടുത്തു? ബി ദി കറസ്പോണ്ടിങ് എക്ലോൺ ഫോം ഓഫ് എ ആണെന്ന് എടുക്കാം. അപ്പം എനെ ഞാൻ എലമെന്ററി ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ എക്ലോൺ ഫോം ആണ് യു എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? എ ബി ടു എന്തായിരിക്കും? പി ഗെറ്റ് യു ഡി. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം വെക്ടർ ഇൻ ആർ എം ആണ്. നമ്മൾ ഈ ഒരു എലമെന്ററി ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ബിനെ നമുക്ക് എന്ത് കിട്ടും? ഡി എന്ന് കിട്ടുന്നു സപ്പോസ് നമ്മൾ കരുതാം. അപ്പം then നമ്മളുടെ അസംഷൻ എന്താണ്? എ ഹാസ് എ പിവറ്റ് പൊസിഷൻ ഇൻ എവറി റോ. ഇഫ് എയിലുള്ള എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സിലുള്ള എല്ലാ റോസിനും പിവറ്റ് എൻട്രി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എക്ലോൺ ഫോമിലുള്ള യുക്കും എന്തുണ്ടായിരിക്കും? യുയിലുള്ള എല്ലാ റോയിലും അതിന്റെ പിവറ്റ് പൊസിഷൻ എന്തുണ്ടാവും? ഉണ്ടാവും.
സോ അതിന് എല്ലാ റോയിലും പിവറ്റ് പൊസിഷൻ ഉണ്ടെന്ന് അർത്ഥം എന്താണ്? അതിലുള്ള എല്ലാ വേരിയബിൾസും എന്താണ്? ബേസിക് വേരിയബിൾ ആണ്. അതായത് അവിടെ ഫ്രീ വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഫുൾ ബേസിക് വേരിയബിൾ ആൻഡ് ഫ്രീ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ഇക്വേഷന് എന്തുണ്ട്? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയർ ആണ് എന്ത്? അതായത് അതിന്റെ പിവറ്റ് കോളത്തിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, പിവറ്റ് പൊസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു എയിലുള്ള അല്ലെങ്കിൽ അതിന് എക്ലോൺ ഫോമിലുള്ള എല്ലാ റോസിലും അതിന്റെ പിവറ്റ് പൊസിഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്തെയില്ല, അതിന്റെ പിവറ്റ് കോളത്തിൽ അതിന്റെ പിവറ്റ് പൊസിഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ സിസ്റ്റം Ax is equal to B is consistent. That means Ax is equal to B has a solution. Okay. ഇനി നമ്മൾക്ക് അതിന്റെ കോൺവേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ D ഇംപ്ലൈസ് A ആണ് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A ഇംപ്ലൈസ് D ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് D ഇംപ്ലൈസ് നോട്ട് A. ഓക്കെ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുക? A ഹാസ്, നമ്മളുടെ D സ്റ്റേറ്റ്മെന്റ് എന്താണ്? A ഹാസ് എ പിവറ്റ് പൊസിഷൻ ഇൻ എവറി റോ. സോ നമ്മളുടെ ഈ എല്ലാ റോയിലും നമുക്ക് പിവറ്റ് പൊസിഷൻ ഇല്ലെന്ന് വിചാരിക്കാം. അതായത് നമ്മളുടെ ലാസ്റ്റ് റോയില് we have the form 0 0 0 and B ആണെന്ന് വിചാരിക്കാം. അതായത് നമ്മൾ അതിന് കറസ്പോണ്ടിങ് U, D എടുത്തിട്ടുണ്ടെങ്കിൽ D എന്ന് പറയുന്നത് is a pivot column. അതിന്റെ ലാസ്റ്റ് എൻട്രി എന്താണ്? 1 ആവുന്ന രീതിയിലുള്ള ഒരു പിവറ്റ് കോൾ ആണെന്ന് കരുതുക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആ ഒരു തിയറം പ്രകാരം എന്താണ്? ഈ Ax is equal to B അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സ്, അതായത് ഈ ഒരു എക്ലോൺ ഫോം എന്താണ്? ഈസ് ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ ഇത് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് AB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്ലോൺ ഫോം എന്തായിരിക്കും? ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്തായിരിക്കും? Ax is equal to B has no solution. ഓക്കെ, സിംപ്ലി അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തിയറം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ ഇതിലും പിവറ്റ് റോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ഫ്രീ വേരിയബിൾ ഉണ്ടാവില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്ലോൺ ഫോം നമ്മൾ കാണുകയാണെങ്കിൽ അതിന് ഫ്രീ വേരിയബിൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അതിന് ആ ഒരു സിസ്റ്റം, കറസ്പോണ്ടിങ് സിസ്റ്റം എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് സപ്പോസ് ദാറ്റ് അതിന് പിവറ്റ് പൊസിഷന് എല്ലാ റോയിലും അതിന്റെ പിവറ്റ് പൊസിഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? യൂഷ്വലി നമ്മൾ അതിനെ ആ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? അതിന്റെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് 0 0 0, ലാസ്റ്റ് ഒരു B, സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ആ ഒരു സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കില്ല, അത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഈ തിയറത്തിലുള്ള ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? ഇക്വലന്റ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ട് Ax. ഇവിടെ Ax എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ഒരു മെട്രിക്സും അതുപോലെ തന്നെ ഒരു വെക്ടറും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 3 4 -1 5 -3 6 -2 8 into x1 x2 x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് x1 into A1 plus x2 into A2 plus x3 into A3. അപ്പോൾ അതെന്ത് കിട്ടും നമുക്ക്? x1 into 2 - 1 6 plus x2 into 3 5 - 2 plus x3 into 4 - 3 8. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? which is equal to 2x1 minus x1 6x1 plus
3x2 5x2 minus 2x2 അതായത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് 4x3 minus 3x3 8x3. ഓക്കെ, ഇനി നമുക്കത് സം എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 2x1 plus 3x2 plus 4x3 minus x1 plus 5x2 minus 3x3 6x1 minus 2x2 plus 8x3. ഇതാണ് എൻ്റെ a ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി, അതായത് എക്സിലുള്ള ഫസ്റ്റ് എൻട്രി കിട്ടാൻ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഓക്കെ, എക്സിലുള്ള ഫസ്റ്റ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മെട്രിക്സ് എടുത്തു. 2 3 4 ഇൻറ്റു എന്താ ചെയ്തിട്ടുള്ളത്? x1 x2 x3. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ്, അതായത് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി കിട്ടണമെങ്കിൽ സെക്കൻഡ് റോ ഇൻറ്റു എക്സ്, ആൻഡ് തേർഡ് എൻട്രി കിട്ടണമെങ്കിൽ എന്താണ്? തേർഡ് റോ ഇൻറ്റു എക്സ്. സോ അതാണ് ഇവിടെ നമ്മൾ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുന്നത്. അതായത് റോ വെക്റ്റർ റൂൾ ഫോർ കമ്പ്യൂട്ടിങ് എ എക്സ്. നമ്മൾ എങ്ങനെ ചെയ്യുക? അതായത് എ എക്സ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എ എക്സ് ഇസ് ഡിഫൈൻഡ്, then ith entry of ax is the sum of product of corresponding entries from corresponding entries of a and from the vector x. അതായത് അതിൻ്റെ ith entry of x, നമ്മളിപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, ith entry of x എന്താ? ഈ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെട്രിക്സിൽ അപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻട്രി കിട്ടണം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് എൻട്രി കിട്ടണമെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യും? എയുടെ ഫസ്റ്റ് റോ എടുക്കും. ഏതാണ് എയുടെ ഫസ്റ്റ് റോ? 2 3 4 ഇൻറ്റു എന്താണ്? അത് ഇൻറ്റു എക്സ്. അതിൻ്റെ എന്താണ്? പ്രൊഡക്റ്റുകളാണ്, സം ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് 2x1 പ്ലസ് 3x2 പ്ലസ് 4x3. ഇതാണ് അതിൻ്റെ ഫസ്റ്റ്. സെക്കൻഡ് എൻട്രി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? സെക്കൻഡ് എൻട്രി കിട്ടണമെങ്കിൽ -1 5 -3 ഇൻറ്റു x1 x2 x3. അപ്പോൾ അതെന്ത് കിട്ടും? സെക്കൻഡ് എൻട്രി എന്ത് കിട്ടും? -x1 പ്ലസ് 5x2 -3 x2 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു എക്സിന്റെ തേർഡ് എൻട്രി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പം എക്സുകളെ കുറിച്ചിട്ട്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെട്രിക്സ് ഇക്വേഷനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ എ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മെട്രിക്സ് വെക്റ്റർ പ്രൊഡക്റ്റ് എങ്ങനെ കാണുക എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കുറച്ച് ആ ഒരു മെട്രിക്സ് വെക്റ്റർ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. u and v are the vectors in suppose that vectors in Rn, then and c is a scalar. Then first എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a into u plus v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ au plus av ആയിരിക്കും. സോ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സോ ഞാൻ ഒരു ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വെക്റ്റർ സ്പേസ് R3 എടുത്തു. ഓക്കെ, അത് R3 എടുത്താലും അത് Rnലേക്ക് ജനറലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് അത് Rnലേക്ക് നമ്മൾ ജനറലൈസ് ചെയ്യാം. ഫോർ ദ സിംപ്ലിസിറ്റി ഞാൻ എന്ത് ചെയ്തു? R3 ആണ് എടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? u and v എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ R3യിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണ്. and c is a scalar. അപ്പോൾ a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു m/n മെട്രിക്സ് ആണ്. ആൻഡ് m/n മെട്രിക്സ്, അപ്പം അതിന് A1 A2 columns, okay, etc. an. This is my a. So a into എന്താണ്? u plus v ആണ്. That means എന്താണ്? A1 A2 etc. an into u plus v എന്ന് വരുമ്പോൾ suppose that let u is equal to ഞാൻ എന്ത് ചെയ്തു? u1 u2 u3 and v എന്ന് പറയുന്നത് ഞാൻ എന്തെടുത്തു? v1 v2 and v3 എടുത്തു. ഓക്കെ, then
യു പ്ലസ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? u1 പ്ലസ് v1, u2 പ്ലസ് v2 ആൻഡ് u3 പ്ലസ് v3 എന്ന് എടുത്തു. അപ്പൊ ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെട്രിക്സ് വെക്റ്റർ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം? ഫസ്റ്റത്തെ എൻട്രി, അതായത് u1 പ്ലസ് v1 ഇൻറ്റു a1. സോറി, ഇവിടെ ഞാൻ r3 എടുക്കുന്നത്. സോ r3 എടുത്തോണ്ട് തന്നെ എനിക്ക് 3 കോളംസ് ആണ് ഉണ്ടാവുക. എൻ്റെ n എന്ന് പറയുന്നത് ഞാൻ 3 എടുത്തു. ഓക്കെ, r3 ഞാൻ 3 എടുത്തു. സോ ഐ ഹാവ് okay 3 columns. Okay, then we have u1 plus v1 into a1 plus u2 plus v2 into a2 plus u3 plus v3 into a3. എന്തിട്ടി? u1 plus v1 into a1 plus u2 plus v2 into a2 plus u3 plus v3 into a3. സോ അതിന് എനിക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ u1 into a1 plus u2 into a2 plus u3 into a3 plus v1 into a1 plus v2 into a2 plus v3 into a3 എന്ന് എഴുതിക്കൂടെ? അതായത് ഇത് രണ്ടും ഒരുമിച്ച് എഴുതി, അതുപോലെ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് എഴുതി. സോ ഫ്രം ദിസ് വി ഗെറ്റ്, ഇതെന്താണ്? a ഇൻറ്റു യു ആണ് പ്ലസ് a ഇൻറ്റു വി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a ഇൻറ്റു യു പ്ലസ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ യു പ്ലസ് എ വി എന്ന് എഴുതാം. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? a ഇൻറ്റു സി യു ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ യു എന്നുള്ളതും പ്രൂവ് ചെയ്യാം. അപ്പം സെയിം കേസ് ഞാൻ n is equal to 3 എടുത്തു. ദെൻ എൻ്റെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് R3 ആണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്താൽ, നമുക്ക് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? a1, a2 ആൻഡ് a3, റൈറ്റ്, ഇൻറ്റു c ടൈംസ് u എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? cu1, cu2, cu3. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടും? cu1 ഇൻറ്റു a1 പ്ലസ് cu2 ഇൻറ്റു a2 പ്ലസ് cu3 ഇൻറ്റു a3, റൈറ്റ്. അതിനെനിക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഞാൻ എല്ലാത്തിലും സി കോമൺ ആയിട്ടുണ്ട്. സി ഇസ് എ സ്കെയിലാർ. സോ സീനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? u1 ഇൻറ്റു a1 പ്ലസ് u2 ഇൻറ്റു a2 പ്ലസ് u3 ഇൻറ്റു a3. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ യു ആണ്, റൈറ്റ്. സോ വി ഗെറ്റ് സി ഇൻറ്റു എ യു. ദാറ്റ് മീൻസ് എ ഇൻറ്റു സി യു എന്ന് പറയുന്നതും സി ഇൻറ്റു എ യു എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്താ പറയുന്നത്? മെട്രിക്സ് വെക്റ്റർ പ്രൊഡക്റ്റ് ഓഫ് എക്സിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇത്. ഓക്കെ, സോ ഈ ഒരു മെട്രിക്സ് ഇക്വേഷനിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച്.